പതിവ് പോലെ നമ്മള് കുടിയിലേക്ക് വന്നിരിക്കുകയാണ് പാചകം ചെയ്യാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് തിരിച്ച് ജലദോഷം ഉണ്ട് കേട്ടാ. ജഗ്ഗുവിനെ സ്കൂളിൽ വിട്ടിട്ടില്ലെന്ന്. രാവിലത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ദോശയും ചട്നി ആയിരുന്നു, അത് കഴിഞ്ഞു. ഉച്ചയിലേക്കാണ് ചോറ് വയ്ക്കാൻ പോണേ കേട്ടാ. അപ്പൊ അങ്ങനെ വെണ്ണീറ് പോരട്ടെ. ചേട്ടാ ഓലക്കുടിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അത് വേറെ സുഖ, ഇതിനെ കൂടെ വലിച്ചെടുക്ക വേണ്ട. ഇതുപോലെ വിറകും കൂടി ആക്കി വെക്കണം അല്ലേ? വിറക് നമ്മൾ വെക്കും അങ്ങനെ. സൗകര്യമില്ല നിനക്ക് എടുക്കാൻ. ഓരോന്നോരോന്ന് ഇങ്ങനെ ആയി വരുന്നു. വിറകെടുത്ത് വെച്ചിട്ട് കത്തിക്കാൻ മതി. ജഗ്ഗു കത്തിക്കണ്ട, വിറക് അവിടെ നിർക്കട്ടെ. വിറക് അവരുണ്ട സാധനം അവിടെ മാറ്റി അവിടെ നിർത്താം. അവിടെ വെക്കും. എല്ലാ സാധനങ്ങളായി ഇത് കത്തിക്കാം. ഇവിടെ ഒരു കസേര എടുക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് കസേര. അത് ഇന്നലെ ഞാനിവിടെ ഇങ്ങനെ കത്തിക്കായിരിക്കുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്തത്. ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല സുഖം. എഡിറ്റിങ് നടക്കില്ല, ഇരുന്ന് ഇങ്ങോട്ട് കാറ്റ് കൊണ്ട് ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് കേട്ടാ കസേര അവിടെ എടുക്കണത്. നമ്മുടെ ആ ചൂരില് കസേര പോളിഷ് ചെയ്ത് വൃത്തിയാക്കിട്ട് വേണം ഇതിന്റെ ഉള്ളിൽ കൊണ്ടിടാം അല്ലേ? അല്ല, ഇതിന്റെ ഉള്ളിൽ മറ്റേതല്ല വേണ്ട ചേട്ടന്, ചാരി കസേര. അപ്പൊ അത് വെറുതെ കിടന്നുറങ്ങാനുള്ളതല്ലേ തുണിയുടെ. അപ്പൊ ശരിക്കും പറഞ്ഞ പോലെ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല, അവിടെ കിടന്നുറങ്ങും. തുമ്മടത് കാണാൻ ചേട്ടൻ അത്ര ഇഷ്ടമാണോ? പണ്ടത്തെ ഒരുവിധം വീടുകളില് അച്ചാച്ചന്മാരമ്മമാരെല്ലാവരും മുറുക്കണവരാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇങ്ങനെയുള്ള ഒരു കോളാമ്പി ഉണ്ട്, തുപ്പണ കോളാമ്പി. ആ കോളാമ്പി ഉണ്ടാവും എല്ലാവരും കയ്യിലും. എന്നിട്ട് ഈ തുപ്പണ കോളാമ്പി എപ്പോഴും ഈ കസേരയുടെ അടിയിലോ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മള് കാലാട്ടുമ്പോ അതുമ്പോ തട്ടിയിട്ട് ആ കോളാമ്പി തട്ടി പറഞ്ഞ് അത് അവിടെയൊക്കെ പോവും. അതുകൊണ്ടാണ് കാലാട്ടരുതെന്ന് പറഞ്ഞോടെ നന്ദി. ഇപ്പൊ സാധാരണ ഒരു കസേര ഇത് ചേട്ടൻ എടുക്കണ്ട. ഇപ്പൊ സാധാരണ ഒരു കസേരയിൽ ഇരിക്കുമ്പോഴും നമ്മള് കാലാട്ടാൻ പാടില്ല അങ്ങനെയൊക്കെ. അല്ലാണ്ട് കസേരയില് ഞാനൊക്കെ ചെറുപ്പത്തിൽ പറയുമ്പോ എന്തിനെന്ന് അറിയൂ, അച്ഛനമ്മയ്ക്ക് അസുഖം വരും കാലാട്ടി കഴിഞ്ഞാണ് അങ്ങനെയാണ് അങ്ങനെ പറയുമ്പോ നമുക്ക് പേടിയാ. അപ്പൊ നമ്മള് അയ്യോ അച്ഛനമ്മയ്ക്ക് വയ്യാണ്ടാവില്ലേ, അപ്പൊ കാലനക്കാണ്ട് വയ്ക്കും. പക്ഷെ സത്യത്തിൽ ഇതായിരുന്നു സംഭവം. ഇന്നാളൊരു പനിയും ജലദോഷമൊക്കെ വന്ന് പോയത്. അപ്പൊ ഇത് മാറിപ്പോയും ചേരിച്ചതായിരുന്നു. ഇപ്പൊ ഇത് എവിടെ നിന്നാന്ന് അറിയില്ല. വീണ്ടും ജഗ്ഗാണ് കൊണ്ടുവന്നേ, അത് എനിക്ക് കൈമാറിയിട്ടുണ്ട്. അരി കഴുകിക്കൊണ്ടിരാ അല്ലേ? വെള്ളപ്പ കായും. അരി കഴുകി കൊണ്ടുവന്നു. വെള്ളം കായുമ്പിടാം. വെള്ളം കാഞ്ഞു. സൗണ്ട് കേൾക്കണണ്ട? കേൾക്കില്ലേ സൗണ്ട്? ആരാണ് ചോദിച്ചു ഈ അരി എന്തരിയെന്ന്? ഇത് വടിമട്ട എന്ന് പറയും. ഇതിന് വില കൂടുതലാണ്, 49 രൂപയാണ് ഇവിടെ വില കിലോയ്ക്ക്. പിന്നെ ഈ മറ്റേ ഈ ഉരുണ്ട മട്ടയുണ്ട്, അതിന് വില കുറവാണ്. അതിന് 34-35 ഉള്ള വില. എനിക്ക് പക്ഷെ ഈ വടിമട്ടയേക്കാൾ ഇഷ്ടം അതാ ഉരുണ്ടത്. നമ്മളെ ഇന്ന് കഞ്ഞിക്ക് ഉപ്പേരി വയ്ക്കുന്നത്, കാബേജ് ഉപ്പേരി. നമ്മുടെ ഇവിടുത്തെ കാബേജുകളൊക്കെ വലുതായിട്ടുണ്ട്. വലുതായി പറഞ്ഞ വലിയ വലിപ്പൊന്നും കേട്ടാ, ഒരു 600-500 ഗ്രാമൊക്കെ ഉണ്ടാവും. അത് മതി. കാബേജ് വലിയ താല്പര്യമൊന്നുമില്ല ആർക്കും. ഇന്ന് കാബേജിന് പറയും നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഉള്ളിയൊക്കെ പറിച്ച് ഉള്ളി സാമ്പാറൊക്കെ അമ്മീമിലൊക്കെ അത് വറുത്ത് അരച്ച് അമ്മീമിലൊക്കെ അരച്ച് ചെയ്യുന്നതൊക്കെ വിചാരിച്ചു തുടങ്ങി. സരിതിക്കും ജഗ്ഗുവിനും ഉന്മേഷമില്ലാത്ത കാരണം നമ്മളത് ആ പദ്ധതി ഉപേക്ഷിച്ചു. അതിന് വല്ല ഒരു മിളകെടുത്ത് കടിച്ചാൽ മതി. മിളക് ഒരെണ്ണം തരാം. സരിത കാലത്ത് ഞങ്ങള് ദോശ ഉണ്ടാക്കിയ. അപ്പൊ ഞാനിവിടെ നനയ്ക്കായിരുന്നു. ഇപ്പൊ ചട്നിക്ക് കാന്താരി മിളക് പൊട്ടിക്കാൻ വന്നോക്കാം. എന്നിട്ട് പറയാ ഈ മിളക് നല്ല എരിവുള്ള മിളക്, ഈ ചട്നിക്ക് ഇത്തിരി എരിവുണ്ടാവാനായിട്ട് ഈ മിളകൊന്ന് എരിവുള്ള മിളകാണോ നോക്കിയ ചേട്ടാന്ന് പറഞ്ഞോളൂ. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല.
ഞാനത് ടേസ്റ്റ് ചെയ്യുന്നാളേ എരിവുണ്ടോന്ന് അറിയാനായിട്ട്. ഇളക് കണ്ട അപ്പൊ പോയി കടിച്ചു നോക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ഒരു ഉപകാരാവണ്ടേ കടിച്ചു നോക്കണോണ്ട് നമ്മുടെ അരി തിളച്ചുട്ടാ. അപ്പൊ ഇനി അരി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അടിയില് പിന്നെ വെറുതെ ഒരു ചകിരിയാ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. പിന്നെ ഇങ്ങനത്തെ വിറകുകൾ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിറക് മാറ്റിയിട്ട് ചകിരി വെച്ചാൽ മതി. അപ്പൊ ചകിരി നേരിയ ചൂട് മതി. പ്രത്യേകിച്ച് മൺകലത്തിലായ കാരണം ചൂട് ഇങ്ങനെ നിൽക്കും. ഇനി 2 കാര്യങ്ങൾ ചെയ്യേണ്ട സരിത. ഞാൻ നമ്മുടെ അജൂസ് വേൾഡ് ഇല്ലേ, നമ്മുടെ ഈ അജൂസ് വേൾഡ് ഇല്ലേ, ഈ സാധനം ഇവിടെ വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പോ ഇതിന് ഞാൻ ഒരു സ്ഥലം കണ്ടെത്തി. നമ്മുടെ കുറെ പേര് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ഇത് വീടിന്റെ ഫ്രണ്ട് വശത്ത് വയ്ക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കനുണ്ട്. അപ്പൊ ഇത് വെക്കാനായിട്ടുള്ളൊരു സ്ഥലം ഞാൻ കാലത്ത് ഞാൻ നടക്കുമ്പോ കണ്ടെത്തി. അപ്പൊ ഇത് അവിടെ വെക്കാൻ പോവാണ് കേട്ടോ. ഞാനിത് ഒറ്റയ്ക്ക് കൊണ്ടുപോകണ്ട. ഇത് വെക്കുന്ന സ്ഥലം നോക്കി നേരത്തെ ഇത് വെക്കാൻ പറ്റിയ സ്ഥലമാണ്. കെട്ടൊന്നും വേണ്ടെന്നാണ് എന്റെ കണക്കൂടല്. നല്ല കനാണിത്. അവര് 2 പേര് കൂടിയിട്ടാണ് ഇത് പിടിച്ചു കൊണ്ടുവന്നത്. ഇവിടെ യുങ്ങില്ലേ, യുങ്ങിന്റെ മോള് വശത്ത് കണ്ട 2 കവരുണ്ട്. യുങ്ങിന്റെ ഈ 2 കവരം കണ്ട ഇതിന്റെ ഉള്ളിലേക്ക് ഈ സാധനം ഇപ്പൊ ആലോട് അവിടെ നിന്ന് പൊക്കണം. കുഴപ്പമില്ല. വെച്ച് കഴിഞ്ഞല്ലേ തീർന്ന് നീക്കണം. അല്ല ലോഡ് പോയില്ല എൻ്റെ തോളത്തുനിന്ന്. കാണാൻ ഭംഗിയില്ലല്ലോ. ഇപ്പൊ അങ്ങോട്ട് ചെരിഞ്ഞിട്ടായിരിക്കുന്നത്. ഇതിനെ അങ്ങനെ ആരെങ്കിലും ഒരാളെ വിളിക്കുകയാണെങ്കിൽ ഒരു ചേരിക്കണല്ലേ, ഇങ്ങനെ ഇരിക്കണല്ലേ. കാണില്ലേ? ഡി കാണില്ലേ അല്ലേ? കാണില്ല. അല്ല ഇപ്പൊ ഏകദേശം രൂപം കിട്ടിയില്ലേ? നോക്കിക്കാകല നോക്കിക്കാ അതിൻ്റെ കാണുമ്പോ വീണ്ടും കാണുമ്പോ കുഴപ്പമില്ല. ഇതാണെങ്കിൽ ഒരു സ്വൽപ്പൂണിയാണ് നീക്കല്ലേ, ഒരു സ്വൽപ്പൂണിയാണ് നീക്കി കഴിഞ്ഞാൽ ഡീരെ. പിന്നൊരു കാര്യം ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പല്ലേ, ഈ കമ്പ് ഇവിടെ മുറിച്ച് കളയണം. പൊടിക്കൂടി നീക്കല്ലേ. അയ്യോ അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു സ്വല്പം നീ കഴിഞ്ഞ ഡീന കാണാം. ഈ എല്ലിന്റെ മതിയില്ലേ? ഇപ്പൊ എല്ലാം കാണൂല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇത് ഇവിടെ വയ്ക്കാൻ തീരുമാനിച്ചു. അവിടെ മറ്റേ കമ്പി കൊണ്ടുവന്ന് വലിയ കമ്പികളെ കൊണ്ടുവന്നിട്ട് മരത്തിന്റെ കവരത്തിലൊക്കെ കെട്ടിറങ്ങിയ ആളുകൾ വിളിക്കണം. മരത്തിന്റെ മുകളിൽ കയറുന്നവരേക്ക് വിളിച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ അത് എങ്ങനെ കിടന്ന് ആടുമ്പോ നമുക്ക് അതിന്റെ അടി കൂടെ പോകുമ്പോ പേടിയാവും. ചിലപ്പോ ഇടിഞ്ഞു ചിലപ്പോ മേതി വീണ് കഴിഞ്ഞാൽ അതോടുകൂടി പണി കഴിയും. അപ്പൊ സൂപ്പറായിട്ട് തരുതാ. ഈ ചാത്തന്മാര് ഫുൾ ടൈം അങ്ക എന്ത് ചെയ്തും കാര്യമില്ല. കൊറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴീനെ കൊന്ന് തിന്നാൻ തോന്നാ? ഭയങ്കര കഷ്ടാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇവറ്റങ്ങളെ കണ്ടു കഴിഞ്ഞിട്ട് സ്വഭാവം കണ്ടു കഴിഞ്ഞാലേ നമുക്ക് തോന്നില്ല അത്. ഈ ഇതിനിപ്പോ ഓടിച്ചിട്ട് പിടിക്കണതാ അല്ലെങ്കിൽ കൂട്ടാൻ വെക്കണതല്ല കാണണുള്ളൂ. നിങ്ങള് ഇവറ്റകളെ വളർത്തി കഴിഞ്ഞ് പറ്റേണ്ട സ്വഭാവം ആ പെടകളെ ഒരു സ്വൈര്യം കൊടുക്കില്ല. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം ഇവര് തമ്മിലുള്ള അംഗം. കുറച്ച് സമയം ഇവിടെ നോക്കി നിന്നല്ലേ. ഞങ്ങള് സാധാരണ കൊല്ലാറില്ല കേട്ടോ. അല്ലൻ ചേട്ടനാണ് സ്ഥിര ആരാച്ചാര്. അല്ലെങ്കിൽ അമലു അല്ലൻ ചേട്ടൻ്റെ മോനുണ്ടല്ലോ, അവനും കൊല്ലും. അപ്പൊ നമുക്ക് എന്നെ പിടിച്ച് കൊല്ലാൻ തോന്നും മറ്റുള്ള സ്വഭാവം കണ്ട്. അപ്പൊ ആ ഒരു വിഷമം തോന്നില്ല. കാബേജ് പൊട്ടിക്കുണ്ടെങ്കിൽ പൊട്ടിക്കും. മറ്റേ കോവയ്ക്കൊക്കെ പൊട്ടിക്കാറായിട്ടുണ്ട്. ഞാൻ ആ പാത്രം എടുത്തിട്ട് വരാം, അതൊക്കെ പൊട്ടിക്കാം, അല്ലെങ്കിൽ നാശം. കോവക്കായേ ഇഷ്ടം പോലെ ഉണ്ട് അവിടുത്തെ പോ. സാരിത ഒരു കോവക്കായ ഒരു പെരിക്കും ഭയങ്കര ടേസ്റ്റ് ഇട്ടത്. അതൊന്നുമില്ല, വെറുതെ മുളക് പൊടി മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും തിരുമ്പി അടപ്പത്ത് വയ്ക്കുക, അത്ര ഉള്ളോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, കുറച്ച് വേപ്പിൻ്റെ ഇല വേണമെങ്കിൽ ഇടാം, അത്ര ഉള്ളോ. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. മറ്റുള്ള ഉള്ളിയും മുളകൊക്കെ കാച്ചിട്ട് നമ്മൾ സാധാരണ വേവിച്ച് ഇതാക്കണേനേക്കാളും ടേസ്റ്റാ. എന്നാ അതിന്റെ പോലെ പണിയുള്ളൂ. മണം ഈ പുതിനേര മണം. പുതിന ഇട്ടിട്ടൊരു ജ്യൂസ് എന്തോട്ടെടുക്ക് നേരം എടുത്തുള്ളോ. ആ ചാത്തുള്ളപ്പോഴായിരുന്നു സൂര്യക്കേട്. ഏത് നമ്മുടെ കരിങ്കോഴി ചാത്തൻ. രാത്രി കൃത്യം 11 മണിക്ക് തുടങ്ങും അത് കൂവല്, നേരം വെളുക്കണ വരെ. ഇപ്പൊ അല്ലും ചേട്ടന് നല്ല ഇതായിരിക്കും. അവിടെ കുഴപ്പമില്ല, അവിടെ കൂവല്ലേ. അതിനൊന്ന് പോയിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. അതിന്റെ കോല എന്തായിരുന്നു, 30 പെടകളുടെ ഇടയിൽ കിടന്നു വിരാജിച്ചിട്ട്. കൊറേ നാളായിട്ട് ആളെ ജയിലിലിട്ടേക്കല്ലായിരുന്നേ, ചെറിയ ജയിലിൽ. അപ്പോ ആള് എങ്ങനെയുണ്ട്, കടകളുടെ ഇടയിൽ കിടന്നിട്ട് ആളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്, ആളെ അർമാദിക്കുന്നുണ്ട്. ഉണ്ണി ഇതേതാടിയിരിക്കണു. 1 കിലോ കിട്ടിയ കോവക്കായ എത്ര? 1 കിലോ. അയ്യോ, ഒരു വലിയൊരു കൂട്ടാൻ വെക്കാനുള്ള ഉണ്ടല്ലേ. എത്ര ഇനി പഴുത്തൂന്ന് അറിയില്ല. വല്ലാണ്ട് പഴുത്തുണ്ടെങ്കിലേ ചോപ്പ് കളറായി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാം. അയ്യോ ദേ പോയി ജഗ്ഗു. അടിയില് 2-3 ഉളുറുമ്പടെ കൊറേ ചള്ളുകളുണ്ട്. ചള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കാത്തത് പലരും തിന്നാൻ നല്ല രസാണ്. പിഞ്ച് എന്നൊക്കെ പറയും ചില സ്ഥലത്ത് അല്ലേ. ഇന്നലെ ഷെൽബി വന്നിട്ട് ഒരു 3-4 കോവക്കായ പൊട്ടിച്ചു തന്നു. അവന് മൂത്തതൊന്നും പ്രശ്നമില്ല അവർക്ക്. അവൻ പറയത് നല്ല ടേസ്റ്റുള്ളതാണല്ലേ പച്ചോടേ. ടേസ്റ്റ് ഒന്നുമില്ല, നല്ലതാന്ന് പറയണ കാരണം നല്ലതല്ലേ വിചാരിച്ചു. വേണേ തിന്നോ. ഇതൊന്നും തിന്നാത്ത കാരണം നമുക്ക് 2 ആൾക്ക് ആരോഗ്യമില്ലാത്ത എല്ലാ അസുഖങ്ങളും അടുത്തൂടെ പോകുമ്പോഴേക്കും കണ്ട നമ്മൾ കെടുപ്പിലാണ്. നടക്കേണ്ടത് മാത്രം. അങ്കം തുടങ്ങി വീണ്ടും. അതിൻ്റെ ഇടയിൽ മറ്റേ ഈ ചാക്ക് പോണ ചാത്തൻ പറയില്ല, അവർക്ക് അംഗം കൂടി ഓട്ടേ നിങ്ങൾക്ക് ഞാൻ ഉണ്ടെന്ന്. അവർ 2 പേരും ചത്താലും അങ്ങനെ ആ ചാത്തൻ പറയണത്. ആ ചാത്തൻ അംഗം കൂടാനിട്ട് അധികം പോവില്ല. നമ്മള് മനുഷ്യന്മാരും അങ്ങനെ തന്നെയല്ലേന്ന് പറയാം. സുഖമായി ജീവിക്കാനുള്ളതെല്ലാം ഈ പ്രകൃതി തന്നിട്ടുണ്ട്. സുഖമായി ജീവിച്ചാ പോരെ. അപ്പൊ കോവയ്ക്ക് പൊട്ടിക്കല് കഴിഞ്ഞു എന്ന് പറഞ്ഞാ ഇനി അതിന്റെ ഇടയിലൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. 1 കിലോന്റെ അടുത്തുണ്ട് കോവക്കായ. കാബേജ് പൊട്ടിച്ചേ. അപ്പൊ കാബേജ് വെക്കണ്ടെന്ന് ഇത് വെച്ചാ മതിയാ. കാബേജിനേലും ഇത്തിരി കൂടി ഒരു ചൊടിയുള്ള കൂട്ടാനത്. ഇത് കൂട്ടി പിന്നെ ഇത്തിരി ചോറിനാൻ പറ്റും. എന്നാ ശരി, കാബേജ് പിന്നെ പൊട്ടിയാ. കാബേജ് കുറേ കിട്ടാ നോക്കിയാ. കാബേജ് നോക്കി നിറച്ചുണ്ട്. 2-3 പൊട്ടിച്ചാൽ ഒരു കൂട്ടാൻ തേകയുള്ളൂ. നമുക്ക് എന്തോരം കാബേജ് വേണം. അതൊക്കെ വലുതാണ് കണ്ടത്. ഇതൊക്കെ വലുതാണ് കണ്ട.
പൂവുകളുണ്ട്. പൂവ് പണ്ട് ഈ മുറത്തുമല്ലേ ചാണം ഒഴുകും, ചാണം തേക്കും ഇല്ലേ? അതെന്തുണ്ടത്? അത് എന്ത് നാശവണ്ടി ചെയ്യാനാവും. പിന്നെ കയ്യുമേ അരിയൊക്കെ ചേറുമ്പോഴേ ഇതുമേ ഈ ഞാര് കയറുള്ളൂ ഇവിടെ. ഈ എങ്ങനെയുണ്ട് ആക്കുമ്പോ കൈ കൊണ്ട് ഇങ്ങനെയുണ്ട് ചേറിട്ടൊക്കെ ഇങ്ങനെ തരയില്ലേ? അപ്പൊ ഈ കൈമ ആര് കയറില്ല. ചാണം മെഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് കയറാതിരിക്കാനാവും. എല്ലാത്തിലും വീട്ടിൽ ഉപയോഗിക്കുന്നത് ഈ ചോറ് കൂട്ടിന് കൊട്ടല് മാത്രം ചാണം തോന്നാറില്ല. നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അരിയും അങ്ങനെ സാധനങ്ങളൊക്കെ ഇതിലിടുന്നതാണ്. ഓരോന്ന് ഉണക്കാൻ വെക്കലൊക്കെ ചെയ്യും. കൊട്ടകള് എല്ലാത്തിലും ചാണം തയ്ക്കും. കഴുകി അരിയാം. ഞാൻ ഈ കോവയ്ക്ക അരിയാൻ ഇവിടെ ഇരിക്കണേല് മുന്നേ നിന്നോട് പറഞ്ഞതാ സയൻസ് ബുക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ. ഇത് പരിഞ്ഞ് കഴിയാറായി. നീ എവിടെയായിരുന്നു ഈ നേരം വരെ?